സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തക്കാളി കൊണ്ട് ഒരു ചട്നി ഉണ്ടാക്കാം. ഇതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. 5-6 വറ്റൽമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, 3 തക്കാളി, 1 നുള്ള് കായപ്പൊടി, 1 സവോള, 2 കറിവേപ്പില. ഇതിലുള്ള ഓരോ സാധനങ്ങളും ചെറിയ വ്യത്യാസം കൂടുകയോ കുറയുകയോ ചെയ്താൽ ചട്നിക്ക് സ്വാദൊന്നും കുറവുണ്ടാവില്ല. ഇനി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ഒരു ഫ്രൈയിങ് പാനിലിട്ട് ഫ്രൈ ചെയ്യാം. അതിന് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തത് ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഇവിടെ ഞാൻ 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. വെളുത്തുള്ളിയുടെ സ്വാദ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിനനുസരിച്ച് എടുക്കാം. അതൊന്ന് വഴറ്റിയ ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ആയി വരുമ്പോൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയും അതുപോലെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച 3 തക്കാളി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് ഇഡ്ഡലിയുടെയോ ദോശയുടെയോ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇതിൻ്റെ പച്ചമണം പോകുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവയുടെ പച്ചമണം പോയാൽ മാത്രമേ
ചട്നിക്ക് നല്ല സ്വാദുണ്ടാവും. ഇനി സ്റ്റൗ സിമ്മിൽ വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. ഇനി തുറന്നു നോക്കി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിൽ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ആയി എന്ന് കണ്ടാൽ സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇത് റെഡിയായി. ഇനി ഇത് വറുത്തിടാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1 നുള്ളി ജീരകവും 1 നുള്ളി കടുകും ഇട്ട് നമുക്കിതൊന്ന് വറുത്തിടാം. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളി കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം അരച്ച് വെച്ച തക്കാളിയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നി നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.
സൂപ്പർ സ്വാദാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.